നമുക്കറിയാം, ഇന്ന് സെലിബ്രിറ്റികൾ തുടങ്ങി അനേക ആളുകൾ സൗന്ദര്യവർദ്ധനത്തിനായി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. എന്നാൽ ഈയൊരു ഇഞ്ചക്ഷൻ താൽക്കാലികമായി പല്ലിനോ അതുമായി ബന്ധപ്പെട്ട വേദനകളുടെ ചികിത്സയ്ക്ക് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്നതായി പലർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി വിശദമാക്കുന്നതാണ് ഈ വീഡിയോ മുഴുവനായി കാണുകയും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. പല്ലുകളുമായി ബന്ധപ്പെട്ട വേദന എങ്ങനെയാണ് മാറ്റുന്നത് എന്നറിയുന്നതിന് മുൻപ് എന്താണ് സത്യത്തിൽ ഈ ബോട്ടോക്സ് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിനായി ഒരു ദുരന്തപരമായ സംഭവകഥ പറഞ്ഞു തുടങ്ങാം. ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ 1793 ഭൂരിഭാഗം ആളുകളും സോസേജുകൾ കഴിച്ചതിന് ശേഷം രഹസ്യമായ രീതിയിൽ മരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഒരേ ലക്ഷണം, അതായത് വയറുവേദന, കാഴ്ച മങ്ങുക, ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെടുക, ശ്വാസം മുട്ടൽ മുതലായവ. ആ കാലഘട്ടത്തിൽ ബാക്ടീരിയോ വൈറസുകളോ മനുഷ്യാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയില്ല. പക്ഷെ ഒരു ജർമ്മൻ ഡോക്ടർ ഈ ദുരന്തത്തെ ഗവേഷണ വിഷയമാക്കി പഠനം ആരംഭിച്ചു. അത് ഭക്ഷണത്തിലുണ്ടായ ഒരു വിഷമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് 1895 ഒരു ബെൽജിയൻ ശാസ്ത്രജ്ഞനാണ് ബോട്ടുലിസത്തിന് കാരണമായ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ കണ്ടെത്തിയത്. ഈ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ടോക്സിൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജൈവ വിഷങ്ങളിലൊന്നാണ്. എന്നാൽ ഈ ടോക്സിൻ നമ്മൾ ലാബിൽ എക്സ്ട്രാക്ട് ചെയ്ത് ടോക്സിൻ വേർതിരിച്ച് ശുദ്ധമാക്കി ഇഞ്ചക്ഷൻ രൂപത്തിലാക്കി മനുഷ്യന് ഗുണമുള്ള രീതിയിലോട്ടാക്കി. അതിലൊരു കാര്യമാണ് മുഖത്തെ ചുളിവുകൾ മാറ്റുക എന്നുള്ളത്. ഈ ബോട്ടോക്സ് മസിലുകളിലാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം, മസിലുകൾ കാരണമാണ് നമ്മുടെ മുഖത്ത് ഓരോ എക്സ്പ്രഷൻസ് വരുന്നത്. എന്നാൽ ഏജ്, ഗ്രാവിറ്റി, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, മറ്റ് ലൈഫ് സ്റ്റൈൽ ഒക്കെ കാരണം മുഖത്ത് ചുളിവുകൾ വരും. ഈ റിങ്കിൾസ് ചില ഗ്രൂപ്പ് ഓഫ് മസിൽസിന്റെ ഓവർ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്നതാണ്. ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിലൂടെ ഏത് റിങ്കിളാണ് നിങ്ങൾ ബോദർ ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ മാത്രം, അതായത് ആ മസിലിലേക്കുള്ള നെർവ് സിഗ്നലുകൾ ബ്ലോക്ക് ചെയ്ത് പാരലൈസ്ഡ് ആക്കും. ഈ പാരാലിസിസ് പെർമനന്റ് അല്ല, ടെമ്പററിയാണ്. 6 മാസമൊക്കെ ആകുമ്പോൾ പഴയതുപോലെ തന്നെ ആകുകയും ചെയ്യും. എന്നാൽ ഓവർ ഇഞ്ചക്ഷൻ ചെയ്താൽ, അതായത് മുഖത്ത് തന്നെ കുറേ മസിൽസിനെ ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് പാരലൈസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും അറിയാത്ത രീതിയിലായി പോകും. ഒരു പ്ലാസ്റ്റിക് ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പല സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേസ് കാണുമ്പോൾ അത് മനസ്സിലാക്കാറുമുണ്ട്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ്റെ എമൗണ്ടും എവിടെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കെയർഫുൾ ആയിരിക്കണം. എന്നാൽ ഈ ബോട്ടോക്സ് ചുളിവുകൾ മാറ്റാനുള്ള ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് മാത്രമല്ല, അത് പല്ലുകളുടെ ആരോഗ്യത്തിലും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. അതായത് താടിയെല്ലുകളുടെയും മുഖത്തെ മസിലുകളുടെയും ഒക്കെ വേദന കുറയ്ക്കാനും താടിയെല്ലുകൾ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാനുമൊക്കെ ഇതുവഴി സാധിക്കുന്നതാണ്. അതായത് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചില മുഖത്തെ മസിലുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ പല്ല് സ്ഥിരമായി ഗ്രൈൻഡ് ചെയ്യുന്ന ശീലമുള്ളവർക്ക് താടിയിലും മറ്റുമുണ്ടാകുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ താഴത്തെ താടിയെല്ല് തലയോട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ജോയിന്റായ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിലുണ്ടാകുന്ന TMJ ഡിസോർഡേഴ്സ് കറക്റ്റ് ചെയ്യാനും താടിയിലുണ്ടായ ടെൻഷൻ കാരണം ഉണ്ടാകുന്ന തലവേദന വരെ ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷനിലൂടെ കുറയ്ക്കാൻ കഴിയും. ചുളിവുകൾ മാറ്റാനായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഓവർ ആക്റ്റീവായ ഈ മസിലുകൾ ചുരുങ്ങിയ കാലത്തേക്ക് റിലാക്സ് ചെയ്യിപ്പിച്ച് സർജറി കൂടാതെ തന്നെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ ബോട്ടോക്സ് വഴി ജോ ലൈൻ കറക്ഷൻ ചെയ്യാവുന്നതാണ്. അതിനായി ഹൈപ്പർട്രോഫി ആയിട്ടുള്ള മസീറ്റർ മസിൽ ബോട്ടോക്സ് ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടോക്സ് വഴി സ്മൈൽ കറക്ഷൻ ചെയ്യാവുന്നതാണ്. അതായത് ഗമ്മി സ്മൈൽ എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കുമ്പോൾ മോണ കൂടുതൽ പുറത്തേക്ക് കാണുന്നവരുണ്ട്. ഇത് കറക്റ്റ് ചെയ്യാൻ ബോട്ടോക്സ് ഉപയോഗിക്കാം. എന്നാൽ സാധാരണ ഈ ഗമ്മി സ്മൈൽ കറക്റ്റ് ചെയ്യാൻ ട്രഡീഷണൽ ആയി തന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അതായത് പല്ല് കമ്പിയിടുക, ഇനി എല്ലിന്റെ വളർച്ച കൂടുതലാണെങ്കിൽ സർജറി ചെയ്യുക, മറ്റൊന്ന് ലേസർ ഉപയോഗിച്ച് ഗം കോണ്ടൂറിങ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഇതിലൊക്കെ എളുപ്പമാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ചിരിക്കുമ്പോൾ ലിവേറ്റർ ലേബി എന്ന് പറയുന്ന വായ്ക്ക് ചുറ്റുമുള്ള ഈ മസിലുകൾ ചുണ്ടുകളിലെ മുകളിലോട്ട് വലിക്കുമ്പോൾ ഗമ്മി സ്മൈൽ വരാം. അതിനായി ഈ 2 ലിവേറ്റർ ലേബിയ മസിലിന് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഈ മസിലിന്റെ കോൺട്രാക്ഷൻ കുറയ്ക്കാനാകും. അപ്പോൾ ഗമ്മി ഷോയും കുറയ്ക്കാനാകുന്നതാണ്. കൂടാതെ ചിലരെ കണ്ടിട്ടുണ്ടാകും, അവർ ചിരിക്കുമ്പോൾ അവരുടെ ലിപ്സിന്റെ 2 സൈഡിലെയും കോർണർ താഴോട്ട് പോകുന്നത്. ആ ഒരു ഡ്രോപ്പ് മാറ്റാനും നമുക്ക് ബോട്ടോക്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് സംസാരിച്ച് ട്രീറ്റ് ചെയ്യാവുന്നതാണ്.